Da, da. So, did I ask? നോക്കടാ 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 നോക്കടാ. രാവിലെ 4 മണിക്ക് അലാറം വെച്ചു. പക്ഷെ 4 മണി കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. നേരെ അടുക്കളയിലേക്ക് വന്നു. നേരെ ഇങ്ങോട്ട് വന്നത് കുക്ക് ചെയ്യാനല്ല. ഇവിടെ ഇത്തിരി ജോലിയുണ്ട്. എൻ്റെ സ്കിന്ന് പൊതുവേ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ കുളിക്കണേന് കുറച്ച് മുന്നേ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് കയ്യിലും മുഖത്തൊക്കെ ഒന്ന് തേക്കും. എന്നിട്ട് ചോറ് വെക്കാനുള്ള കുറച്ച് അരി എടുത്ത് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അരി ഞാൻ സാധാരണ തലേ ദിവസമാണ് വെള്ളത്തിലിടുന്നത്. അത് പക്ഷേ ഞാൻ മറന്നു പോയതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരമെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിങ്ങനെ കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ രാവിലെ ഒരു വിസിൽ കേട്ടാൽ മതി. അത് പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ചോറായിരിക്കും. പിന്നെ കുടിക്കാനുള്ള വെള്ളവും കൂടി തിളപ്പിക്കാൻ വെച്ചു. തീരെ തീ കുറച്ച് വെച്ചിട്ടാണ് പോയത്. കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ അത് തിളച്ചോളും. അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു. ഇനി വിളക്കൊക്കെ ഒരുക്കി കത്തിക്കണം. ഞാനിവിടെ ഡോറ് തുറക്കുമ്പോഴേ എന്നെ കാത്തൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. പൂച്ചക്കുട്ടൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. വിളക്ക് വൃത്തിയാക്കുന്നതിന് മുന്നേ തലേ ദിവസം കത്തിച്ച തിരിയുടെ ബാക്കി ഞാൻ എപ്പോഴും ഒരു ബോട്ടിലിട്ട് വെക്കും. ഒരുമിച്ചൊക്കെ ആവുമ്പോഴത്തേക്ക് ഞാനതിനെ കത്തിച്ച് കളയും. ഇത് അവിടെ ഇവിടെയൊന്നും വലിച്ചെറിയാൻ പാടില്ല, കാക്കയൊന്നും എടുക്കാൻ പാടില്ല എന്ന് ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ തലേ ദിവസമേ കുറച്ച് ചെമ്പരത്തിയുടെ മൊട്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൂവില്ലാതെ കത്തിക്കാൻ ഒരു മനസ്സ് വരൂല. അപ്പൊ അതുകൊണ്ടാണ് തലേ ദിവസമേ ഇങ്ങനെ ചെയ്യും. ഇരുട്ടത്ത് പോയി ചെടികളിലൊക്കെ പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഈ തുണി കഴുകി എടുക്കുന്നത് പൂജാ റൂം തുടയ്ക്കാനാണ്. ഞാൻ അവിടെ ചൂല് ഉപയോഗിക്കാറില്ല. അതാവുമ്പോൾ നന്നായിട്ട് വൃത്തിയാവുകയും ചെയ്യും. പിന്നെ ഇവിടെ തിരിയായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ അലക്കി തുണി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കും. പുറത്തുനിന്ന് ഇവിടെ തിരി വാങ്ങിക്കാറേ ഇല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ പഴയ കാലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെയല്ലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഈ പഴയ ഒരു ടച്ച് കൊണ്ടുവരാൻ എനിക്കിഷ്ടമാണ്. ഞാൻ എപ്പോഴും പൂജാ റൂമിൽ എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഏറ്റവും നല്ലത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഭഗവാൻ എപ്പോഴും നല്ല സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കാറ്. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് എൻ്റെ ഫോൺ ചാർജ് വെക്കും. ഈ സമയത്തൊക്കെ ഫോൺ ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതവിടെ സമാധാനത്തിലിരുന്ന് ചാർജ് ആയിക്കോളും. അത് കഴിഞ്ഞ് നേരെ വന്ന് ഞാൻ എൻ്റെ ടാബ്ലറ്റ് എടുക്കും. തൈറോയിഡക്ടമി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ഗുളിക കഴിക്കണം. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ പോയി ജനലുകൾ തുറന്നിടും. നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ജനലുകളൊക്കെ ഉണ്ടെങ്കിൽ തുറന്നിടുന്നതാണ് നല്ലത്. അപ്പോഴേക്കും ആ അരി കുറച്ചൊക്കെ കുതിർന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ കഴുകിയെടുത്ത് ചോറിനായിട്ട് വെച്ചു. നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാനങ്ങ് മാറ്റി വെച്ചു. എഴുന്നേറ്റ് വന്നപ്പോഴേ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇനി വറുക്കാനായിട്ട് മസാല പുരട്ടി വെക്കണം. മസാലയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പുരട്ടിയിട്ടാണ് ഞാൻ മീനിലേക്ക് മിക്സ് ചെയ്ത് വെക്കുന്നത്. മസാല പുരട്ടി അതിനെ അങ്ങ് മാറ്റി വെച്ചു. 8 മണിക്കാണ് സ്കൂളിൽ പോകാനുള്ളത്. 2 പേരെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി വിളിച്ചോണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇളയാൾക്ക് ഓണം എക്സാം നടക്കുന്നതുകൊണ്ട് അവളെ ഒന്ന് നേരത്തെ വിളിക്കണം. കുറച്ച് പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. ഇന്നലെ പഠിച്ചിട്ടാണ് കിടന്നത്. എന്നാലും അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ചായ കുടിക്കണം. അങ്ങനെ ഞാൻ ചായ ഇട്ടു. പിന്നെ തലേ ദിവസം കഴുകിയ പാത്രങ്ങളെല്ലാം ആ ഒരു ബേസിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ വെള്ളം തോർന്നിരിക്കും. പിന്നെ അതിനെയൊക്കെ സ്റ്റാൻഡിൽ അടുക്കി വെച്ചതിന് ശേഷം ഇന്ന് ചോറിന് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയുണ്ട്. ഇവിടെ മൂത്ത ആൾക്കും എൻ്റെ ഹസ്ബൻഡിനും പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വറുക്കാനായിട്ട് ചൂരയുടെ മീനായിരുന്നു. അത് രണ്ടും കൂടിയൊക്കെ വേവിക്കാനായിട്ട് ഇട്ടു. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ പിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ കുറച്ച് കറിവേപ്പില അതിന്റെ മുകളിലേക്ക് ഇട്ടില്ല എങ്കിൽ കറിക്ക് അങ്ങോട്ട് സ്വാദ് കുറയുമെന്നാണ് എൻ്റെ ഒരു വിചാരം. എന്നാൽ അത് അങ്ങനെയല്ലെന്നതാണ് സത്യവും. എന്നിട്ട് നേരെ ഉണ്ണിമോളുടെ അടുത്തേക്ക് പോയി. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവളെ ഒന്ന് എടുത്ത് അടുക്കളയിലേക്ക് വന്നു. പിന്നെ അവളൊന്ന് ഓക്കെ ആയി വരുന്നവരെ അവിടെ ഇരുന്നു. എക്സാം ആയതുകൊണ്ടാണ് ഇത്രയും രാവിലെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. എന്നാൽ മാർക്കൊട്ടും കുറയാനും പാടില്ല. ഞാൻ എണീറ്റതിന്റെ പുറകെ തന്നെ അവൾ അവിടെ കിടപ്പായി. ഇനിയിപ്പോൾ കുറച്ച് സാമ്പാറും കൂടെ വെക്കണം. ഉണ്ണിമോൾക്ക് ചോറിന്റെ കൂടെ സാമ്പാറും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാൽ അവൾ നന്നായിട്ട് കഴിക്കും. എന്നിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളായി. അങ്ങനെ ഉണ്ണിമോള് കുളിച്ചിട്ട് വന്നിട്ട് ആ പഴത്തിന്റെയും നെയ്യുടെയൊക്കെ മണം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയും ബിസ്ക്കറ്റും കൂടെ കൊടുത്തു. പിന്നെ ബുക്ക് എടുത്ത് ഇന്നലെ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. പക്ഷെ ഹിന്ദി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തലേ ദിവസം പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അവളങ്ങ് മറന്നുപോയി. ഇവൾ എല്ലാ കാര്യത്തിലും ഇത്തിരി ടെൻഷൻ കൂടുതലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മ എനിക്ക് ഓർമ്മ വരുമോ. പിന്നെ ഞാനൊന്ന് സമാധാനിപ്പിച്ചു വിടും. എൻ്റെ അതേ സ്വഭാവമാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ ടെൻഷനാണ്. അതൊക്കെ കഴിഞ്ഞ് നോവയ്ക്ക് കുറച്ച് ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും അവിടെ റെഡിയായി. ഇനിയിപ്പോൾ കടുകൊക്കെ ഒന്ന് താളിച്ചതിന് ശേഷം അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് പാക്ക് ചെയ്യണം. ഉണ്ണിമോൾക്ക് ചോറിൽ ഇന്ന് സാമ്പാറും കുറച്ച് മീൻ വറുത്തതുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മീൻ അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല, എന്നാലും ഞാനത് വെച്ചിട്ടുണ്ട്. ടീച്ചർ ഉച്ചയാകുമ്പോൾ അതങ്ങ് കഴിപ്പിക്കും. മൂത്ത ആൾക്ക് എല്ലാം സെപ്പറേറ്റ് തന്നെ കൊടുക്കണം. അങ്ങനെ ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത നേരം കൊണ്ട് ഉണ്ണിമോള് യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ജോലികളൊക്കെ അവൾ തന്നെ അങ്ങ് ചെയ്തോളും. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് മാസ്ക് വേണം, എനിക്ക് തുമ്മലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു മാസ്ക് എടുത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചാൽ മതി, അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോവാം. അങ്ങനെ അവർ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഉണ്ണിമോൾക്ക് സ്നാക്സ് കൊണ്ടുപോകണം. ഞാൻ പഴം വരട്ടിയതും പിന്നെ കുറച്ച് ഡേറ്റ്സും ആണ് കൊടുത്തു വിട്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് 8 മണിയായപ്പോഴേക്കും സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. 8:30ക്കാണ് ഇവർക്ക് സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നത്. സ്കൂളിലൊക്കെ പോയിട്ട് ഞാൻ ഏകദേശം 9 മണിയായപ്പോൾ തിരിച്ചു വന്നായിരുന്നേ. ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് നോവേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് ഈ അടുക്കളയിലോട്ടൊന്ന് കയറുമ്പോൾ തന്നെ തലയ്ക്ക് ഭ്രാന്താവും. ആ രീതിയിലായിരിക്കുമല്ലോ അടുക്കള നടക്കുന്നത്. ഇത് എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത. എപ്പോഴും വിചാരിക്കും അപ്പോഴപ്പോഴുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കണമെന്ന്. എന്തായാലും ഈ ഒരു സമയത്ത് അത് നടക്കൂല. അങ്ങനെ എൻ്റെ ജോലികളൊക്കെ തീർത്ത് അടുക്കള നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. വീട്ടിൽ 2-3 കോഴികളുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ ആഹാരം കൊടുക്കണം. ദേ ഈ നിൽക്കുന്ന ഇവനുണ്ടല്ലോ, ഇവൻ ഭയങ്കര സാധനമാണ്. ഇവൻ ഇത്തിരി പ്രശ്നക്കാരനാണ്. ആ പാവം പെടക്കോഴികൾക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കൂല. പോരെങ്കിൽ നമ്മളെയും കൂടി കൊത്തും. സാധാരണ കോഴികൾ രാത്രി കൂവുന്ന ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഇതങ്ങനെയല്ല, രാത്രിയും കൂവലാണ്. സ്വസ്ഥതയെ തരൂല. പിന്നെ എന്നും ഒരു മുട്ടയെങ്കിലും എനിക്ക് ഇവർ തരുന്നുണ്ട്. ആഹാരം കൊടുക്കുന്നതിന്റെ ആത്മാർത്ഥതയാണെന്ന് തോന്നുന്നു. ഈ കൂടിന്റെ ഡോർ ഒന്ന് തുറന്നാൽ അപ്പോഴേ അവരങ്ങ് വെളിയിൽ ചാടും. പിന്നെ കുറച്ച് മീനുകളുണ്ട്, അപ്പൊ അവർക്കും കൂടെ ഫുഡ് കൊടുത്തു. ഇതിനെ നേരത്തെ ഞാൻ വീടിനകത്തൊരു ഫിഷ് ടാങ്കിലാണ് ഇട്ടിരുന്നത്. ഫിൽറ്റർ എല്ലാം ആക്കി വെച്ചിട്ടുള്ളതായിരുന്നു. എന്നാലും മീൻ ഇടയ്ക്കൊക്കെ ചത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് ഞാൻ ഇതിനെ എല്ലാത്തിനെയും കൂടെ എടുത്ത് പുറത്തൊരു ടാങ്കിലിട്ടു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒന്നുപോലും ചത്തിട്ടില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പായിരുന്നു. അവർ രാവിലെ കഴിച്ചതിൻ്റെ കുറച്ച് മുട്ടയുടെ ഭാഗം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അതിനുശേഷം ബ്രെഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് അതിനെ കട്ടൻ ചായയിൽ മുക്കി കഴിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നോവയ്ക്ക് മരുന്ന് കൊടുക്കണം. ചെറിയൊരു സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് ഇച്ചിരി ഗ്രേവിയിൽ മിക്സ് ചെയ്ത് കൊടുത്താലേ ആശാൻ കഴിക്കുകയുള്ളൂ. അങ്ങനെ അവൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. 3 ദിവസത്തെ ഇഞ്ചക്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. വണ്ടിയിൽ കയറി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ആൾ നിൽക്കും, എന്നിട്ട് പിന്നെ അങ്ങ് കിടപ്പാവും. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്താൽ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണേ. ദേഹത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പുതിയൊരു ലോഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ആ മെഡിസിനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിൽ വന്നപ്പോൾ തന്നെ ചാടി അങ്ങ് ഇറങ്ങി ആശാൻ. ക്ഷീണം കൊണ്ട് അവൻ പെട്ടെന്ന് അവിടെ പോയി അങ്ങ് കിടന്നു. കുറച്ച് വീസിങ് ഉണ്ടായിരുന്നു, ചെസ്റ്റിൽ ചെറിയ ഇൻഫെക്ഷനും ഉണ്ട്. രാവിലെ കൊടുത്ത മരുന്നിന് ശേഷം 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു മരുന്നൂടെ കൊടുക്കണം. അങ്ങനെ അതും കൂടെ അവന് കൊടുത്തിട്ട് എനിക്കും അപ്പോൾ നല്ല വിശപ്പായി. ദോശയുടെ മാവുണ്ടായിരുന്നു, അങ്ങനെ 2 ദോശ ഉണ്ടാക്കി കഴിച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കൂല. ഇനി വൈകുന്നേരം അവർ രണ്ടുപേരും കൂടെ വന്നതിന് ശേഷം ഇനി എന്തെങ്കിലും കഴിക്കുള്ളൂ. അത് മിക്കവാറും ചപ്പാത്തി തന്നെ ആയിരിക്കും. അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. ചൂടുവെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത്. അതാവുമ്പോൾ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. 2 ലെയറായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അവൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ഒരു സ്പോട്ടോൺ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് അവൻ കിടക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് നന്നായിട്ട് വാക്വം ചെയ്തെടുത്തേ. മോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആ ഭാഗത്ത് നിന്ന് കളിക്കും. ഇത് കാണുന്ന ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കും ഇതിനെ എന്തിനാണ് എപ്പോഴും കെട്ടിയിട്ടേക്കുന്നതെന്ന്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവൻ എൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് തിരികെ വന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്. ഞാൻ മാത്രമുള്ളപ്പോൾ ചിലപ്പോൾ ഇവനെ അഴിച്ചൊക്കെ വിടാറുണ്ട്. എന്നിട്ട് എല്ലാ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു ബുക്കാണ് മനസ്സിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ജോസഫ് മെർഫിയുടെ ഒരു ബുക്ക്. കഴിയുമെങ്കിൽ 2 പേജെങ്കിലും ഒരു ദിവസം വായിക്കണമെന്നാണ്. പക്ഷെ എനിക്കങ്ങനെ സമയമൊന്നും കിട്ടാറില്ല.
അപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 3 മണിക്ക് അടുത്ത് ഉണ്ണിമോളെ വിളിക്കാൻ പോകണം. ഉണ്ണിമോൾ സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ ഒരു കാര്യങ്ങൾ നടക്കൂല. അതുകൊണ്ട് വൈകുന്നേരമുള്ള എല്ലാ ജോലികളും ഞാൻ നേരത്തെ തന്നെ തീർത്ത് വെക്കും. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കുറച്ച് പനീറും കൂടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ കൂടെ ഇനി തൈരും പനീറും കുറച്ച് സാലഡും കൂടി ആയിരിക്കും. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഇവനും ആഹാരം കൊടുത്ത് ഉണ്ണിമോളെ വിളിക്കാനായിട്ട് പോയി. വൈകുന്നേരം വരുമ്പോൾ ഒരാളേ ഉള്ളൂ. മൂത്ത ആൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഇരട്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇന്ന് അതങ്ങ് മേടിച്ചു കൊടുത്തു. ഞാനിതൊന്നും മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ. സാധാരണ എന്നും ഈ കടപ്പലഹാരങ്ങൾ കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് മേടിച്ചു കൊടുക്കാത്തത്. കൊച്ചുങ്ങൾക്ക് പെട്ടെന്ന് അസുഖം വരൂലേ? ഇല്ലെങ്കിലുമൊക്കെ അസുഖങ്ങൾ തന്നെയാണ്, എന്നാലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഉണ്ണിമോൾ അവളുടെ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. ഡ്രസ്സൊക്കെ മാറി ടിഫിൻ ബോക്സൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടെങ്കിൽ കുറച്ച് തൈര് മാത്രം മതി അവൾക്ക്. അങ്ങനെ ചപ്പാത്തിയും തൈരൊക്കെ കഴിച്ചിട്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫ്രൈഡേ ആയതുകൊണ്ട് യോഗയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ യോഗ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത് പറയുന്നത്. അതിനുശേഷം ഈ പറയുന്നത് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് പോകണമെന്നാണ്. ഇവളെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വിടാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ എവിടെയും വിടാറില്ല. അവരടുത്ത് പോയിരിക്കാനും കാര്യം പറയാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവള് കയറി ചെല്ലുന്നത് നോക്കി അമ്മാമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യണമായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് കൊളുത്തി. അതിനുശേഷം ഉണ്ണിമോളെ പോയി വിളിച്ചോണ്ട് വന്നു. അപ്പോഴേക്കും മൂത്ത ആളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 7:30 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും നേരത്തെ ഭക്ഷണം കഴിക്കണം. കാരണം മാക്സിമം ഒക്കെ 8 മണിക്ക് മുന്നേ ഞാൻ ഭക്ഷണം കഴിക്കും. ഐസ്ക്രീം മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പാത്രം കഴുകൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി കൂടിയാണത്. അങ്ങനെ പാത്രങ്ങൾ കഴുകി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും 8 മണിയായി. അപ്പോൾ ഉണ്ണിമോൾക്ക് ഇനി മൺഡേ എക്സാം ഉണ്ട്, മാത്സ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തോ ചോദിച്ചത് അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനാണ് ആ ഇറേസർ എടുത്ത് എൻ്റെ നെറ്റിയിലിട്ട് ഒരൊറ്റ തട്ട് തന്നു. അങ്ങാടി തോറ്റേൻ്റെ അമ്മയോടെന്ന് പറയുന്ന പോലെ തന്നെയാണ്. കിടക്കാറായപ്പോൾ ഒരാൾക്ക് പാല് കുടിക്കാനൊരു ആഗ്രഹം. ഇതെന്നുള്ള ശീലമൊന്നുമല്ല. ഇവളെല്ലായിടത്തും വഴക്കാളിയാണ്. പിന്നെ പാലില് ബൂസ്റ്റ് ഇളക്കുന്നതിനെ ചൊല്ലിയുള്ള വഴക്കായിരുന്നേ. അങ്ങനെ അതെല്ലാം ഒരു വിധത്തിൽ ഒതുക്കി തീർത്തേ. പിന്നെ എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിരുന്ന ശീലമില്ല. ഇത് ഫസ്റ്റ് വീഡിയോ ആണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ.